ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കറി തയ്യാറാക്കിയാലോ. തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള മീൻ കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ മീൻ കറി തന്നെ എല്ലാവരും ഒരുപോലെയല്ലല്ലോ തയ്യാറാക്കുക. വ്യത്യസ്തമായ രുചികളിൽ വ്യത്യസ്തമായ രീതിയിലായിരിക്കും തയ്യാറാക്കുക. അപ്പോൾ ഇതുപോലെയല്ല നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. 1/4 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അതൊരു 4 ടീസ്പൂൺ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം. എരിവ് കൂടുമെന്ന പേടിയൊന്നും വേണ്ട. മാത്രമല്ല, കൂടുതൽ ചേർത്താലേ നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടുകയുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ചട്ടിയിൽ മീൻ കറി വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ അയല മീൻ വെച്ചിട്ടാണ് കറി തയ്യാറാക്കുന്നത്. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തക്കാളി ചേർക്കാം. 1 തക്കാളി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് കുറച്ച് കൂടുതൽ എടുക്കണം. 4-5 പച്ചമുളകൊക്കെ എടുക്കാം. പച്ചമുളക് നന്നായിട്ട് കറിയിൽ കിടന്ന് തിളക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെയാണ്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരക്കുന്ന സമയത്ത് കളർ കുറവായിട്ട് തോന്നുന്നതാണെങ്കിൽ കുറച്ചുകൂടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇല്ലെങ്കിൽ വറ്റൽമുളക് ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ബാക്കി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കറി ചൂടാറിയിട്ട് വരുമ്പോൾ തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം പുളി 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ്. പുളിവെള്ളം കൂടുതൽ വേണ്ട കേട്ടോ. അങ്ങനെ വരുമ്പോൾ കറിയുടെ കളറും ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോവും. പിന്നെ ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ. മാങ്ങ പുളിക്ക് പകരം വേണമെങ്കിൽ മാങ്ങയും ചേർത്ത് കൊടുക്കാം. പുളി ചേർത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി മീൻ കറി തയ്യാറാക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് വേണം കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കുറച്ച് വെക്കാൻ പാടില്ല കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ അയലക്കറി റെഡിയായി കിട്ടും. പിന്നെ ഇതുപോലെ അടച്ചു വെക്കണം. ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട. ഇതുപോലെ പകുതി ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതേ 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. കറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ സ്പൂൺ ഇട്ടിട്ടൊന്നും ഇളക്കിയെടുക്കാൻ പാടില്ല. ഞാനിതിവിടെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനുണ്ട്. പിന്നെ അതെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് വീണ്ടും അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ അയല മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ കൂടുതൽ എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഓറഞ്ച് കളറായിരിക്കും. പക്ഷേ എരിവ് അത്ര കൂടുതലൊന്നും ആയിരിക്കില്ല. നല്ലൊരു പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മുടെ ചാനലിൽ വേറെയും മീൻ കറിയുടെ റെസിപ്പീസൊക്കെ ഉണ്ട്. കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്